ഞാനേ വേസ്റ്റ് ബിന്നൊക്കെ ഒന്ന് കഴുകി വെക്കാൻ വേണ്ടി ഞാൻ ഇരുന്ന് ബാത്റൂമിൻ്റെ ഇപ്പുറത്തെ റൂമും ഇരുന്ന് ഇങ്ങനെ തുടച്ചാലേ ശരിയാവുള്ളൂ. മുക്കിലും മൂലയിലൊക്കെ പൊടിയൊക്കെ ഇരുന്നാൽ കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ തുടച്ചിട്ട് ഞാൻ വേസ്റ്റ് ബിൻ കഴുകാൻ വേണ്ടി നമ്മുടെ പാതുക്കയിലോട്ട് പോയപ്പം പാതുക്കെ താഴത്തെ തൊടിയിൽ നിൽക്കുന്ന പ്ലാവയിൽ ചക്ക താഴെ കിടക്കുന്നു. ഇന്നലെ നോക്കിയപ്പോൾ പോലും കുഴപ്പമില്ല നിന്ന. കഴിഞ്ഞ ദിവസം അമ്മ വന്നപ്പോൾ ഈ ചക്ക മൂത്തതാണെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞപ്പോൾ അപ്പം വഴക്ക് പറഞ്ഞു പൊടി എന്ന് പറഞ്ഞേ. പക്ഷേ നോക്കിക്കേ പഴുത്ത് താഴെ കിടക്കുന്നു. എനിക്ക് വരിക്കയാണോ കൂഴയാണോ എന്ന് അറിയേണ്ട. ആദ്യമായിട്ടുണ്ടായേക്കുന്ന നമ്മൾ ബഡ് പ്ലാവ് വാങ്ങിച്ച് വെച്ചതല്ലേ. എന്തായാലും ഇത്രയും മുഴുപ്പേ ഉള്ളൂ. ശരിക്ക് അങ്ങ് മുള്ളു വിരിഞ്ഞൊന്നും വന്നൊന്നുമില്ല. എന്നാൽ പോലും ചൂടിൻ്റെ ആണെന്ന് തോന്നുന്നു. കാക്ക ചെറുതായിട്ട് കൊത്തിയിട്ടുണ്ട്. പിന്നെ താഴെ കിടക്കുമായിരുന്നു. ഇന്നലെ വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പം നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം. പിന്നെ മുറിച്ച് നോക്കട്ടെ വരിക്കയാണോന്നേ. എനിക്കിത് ഫോൺ പിടിക്കാൻ ആരൻ പഠിക്കുക കൊണ്ട് ഞാനിങ്ങനെ മുറിച്ചിട്ട് കാണിക്കാം. ഒരു കൈ കൊണ്ട് നോക്കാം മുറിക്കാവോന്നേ. നടുക്കൂടെ മുറിക്കാം. നോക്കട്ടെ വരിക്കയാണോ കൂഴയാണോ നോക്കട്ടെ. അതാണ് ടെൻഷൻ. വരിക്ക കേട്ടോ. നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. നല്ല ചുമന്ന കളറാണ്. എൻ്റെ ഈ കോഴിക്കോടിൻ്റെ അവിടുത്തെ പ്ലാവയിൽ ഇത്രയും ചുമന്നതല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് മുറിക്കാം. ചേർത്ത് മുറിക്കാം. ഒരു കൈ കൊണ്ട് മുറിച്ചിട്ട് മുറിഞ്ഞായിരുന്നു. ഇനി പിടിച്ച് മുറിക്കട്ടെ. ഒരു ഉരുളി ചക്ക കിട്ടി കേട്ടോ. ഒരു ഉരുളി ചക്ക കിട്ടി. ചെറിയ ചക്കയല്ലേ. നോക്ക് കളറ് നല്ല ഓറഞ്ച് കളറ്. ഞാൻ കണ്ടിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ കൂഞ്ഞിലയിലൊക്കെയുള്ള ഇങ്ങനെ അതിൻ്റെ തലഭാഗമൊക്കെ കഴിച്ചു. ഇനി ഇത് സ്വസ്ഥമായിട്ടിരുന്ന് കുറച്ച് കഴിക്കണം. ആരെന്ന് താല്പര്യമില്ല. പിന്നെ ബാക്കി എനിക്ക് ഒരു പിടി എടുത്ത് വെച്ചിട്ട് ബാക്കി ഫാദറിനും അമ്മയ്ക്കും കൊടുത്തു വിടണം. ഉണ്ടോ എൻ്റെ ദൈവമേ. യേശുപ്പച്ചാ സ്തോത്രം. നല്ല ഒന്നാം തരം തേൻ വരിക്കുക തന്നേന്. തേൻ കൈ കൂടെ ഒലിക്കുക. അടുപ്പിച്ച് പിടിക്കുമ്പോൾ വേറെ കളറല്ലേ. അങ്ങനെയല്ല കേട്ടോ. ഇതാ കളറ്. തേൻ പോലെ ഗ്ലേസിങ് ഉണ്ടോ. അത് തേൻ പോലെ ഇങ്ങനെ ഒരു വെള്ളം ഇറങ്ങുക ഒന്നും ചെയ്തില്ല. നല്ല മധുരം. അയ്യോ കട്ട മധുരം. തേൻ വരിക്കയെന്ന് വെച്ചാൽ തേൻ വരിക്ക. ഓക്കെ.